RSS മുഖപത്രത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രസിദ്ധീകരിച്ച ലേഖനം ആയുധമാക്കി പ്രതിപക്ഷം. വഖഫ് ബിൽ പാസാക്കിയ BJPയുടെ അടുത്ത ലക്ഷ്യം കത്തോലിക്ക സഭയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വഖഫ് ബില്ലിന് പിന്നാലെ ചർച്ച ബില്ല് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. അച്യുതനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, വിശദാംശങ്ങൾ പറയും. കീർത്തന, ഈ RSS മുഖപത്രം ഓർഗനൈസറിലാണ് ഈ കത്തോലിക്ക സഭ വേഴ്സസ് വഖഫ് ബോർഡ് എന്ന തലക്കെട്ടോടുകൂടി ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നത്. ആ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്നുള്ളത് ഈ രാജ്യത്തുടനീളം ഏകദേശം 7 കോടി ഹെക്ടർ ഭൂമി ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ കൈവശമുണ്ട്. അതിന്റെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളുടെ ഏകദേശ മൂല്യം 20,000 കോടി രൂപയാണ് എന്ന ഉള്ളടക്കത്തോടു കൂടിയാണ് ആ ആർട്ടിക്കിൾ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത അതിപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ വഴി അതൊരു കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കിക്കൊണ്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയുണ്ടായി. അതിൽ പറയുന്നത് ഈ RSS മുഖപത്രത്തിൽ ഈ കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ലേഖനം അത് വഖഫ് ബില്ലിന് പിന്നാലെ RSS ക്രിസ്ത്യാനികൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. മതങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഭരണഘടനയ്ക്ക് മാത്രമേ കഴിയൂ. ആ ഒരു കാര്യത്തിൽ കൂട്ടായ പ്രതിരോധം ആവശ്യമാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഒപ്പം തന്നെ ഈ RSS ഇത്തരത്തിൽ ഈ വഖഫ് ബില്ല് മുന്നോട്ട് വന്നപ്പോൾ KCBCയുടെയും CBCIയുടെയും പിന്തുണ സംബന്ധിച്ച കാര്യങ്ങൾ പാർലമെന്റിന്റെ അകത്ത് പരാമർശിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷത്തു നിന്നുള്ള MPമാർ ഈ നിങ്ങളുടെ ഈ ക്രിസ്ത്യൻ സ്നേഹം അതൊരു മുതലക്കണ്ണീറാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷ MPമാരുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് RSSന്റെ മുഖപത്രം ഇത്തരമൊരു ലേഖനം കത്തോലിക്ക സഭയ്ക്ക് എതിരായി ഇറക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചർച്ചകൾ ആ വഴിയിലേക്ക് കൂടി തിരിഞ്ഞിരിക്കുന്നു. ഈ വഖഫ് ബില്ലിന് ശേഷം മുസ്ലിം വിഭാഗത്തിന് ശേഷം അടുത്ത RSS ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളെയാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തെ ഉയർത്തുന്നത്. കീർത്തന, ശരി. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.